മിൽമ കാസർഗോഡ് ഡയറിയിലെ ജീവനക്കാർക്ക് സുരക്ഷാ ക്രമീകരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരള വൈസ് ചെയർമാൻ പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 1966 രൂപീകൃതമായ നാഷണൽ സേഫ്റ്റി കൗൺസിൽ അതിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ നാഷണൽ സേഫ്റ്റി കൗൺസിലിന്റെ കേരള ചാപ്റ്ററായ സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയുമായി ചേർന്ന മിൽമ കാസർഗോഡ് ഡയറിയിൽ ജീവനക്കാർ പ്ലാന്റിൽ ജോലിയെടുക്കുന്ന സമയത്തും വിവിധ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരള വൈസ് ചെയർമാൻ കൂടിയായ പി വേണുഗോപാൽ ട്രെയിനിംഗ് ക്ലാസ് കൈകാര്യം ചെയ്തു. 3000 കിലോഗ്രാമിന്റെ വെയിറ്റ് വരും. നിങ്ങളുടെ തലയിൽ ഒരു ആണി വെച്ചിട്ട് 3000 കിലോ അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? തല പൊട്ടിച്ചതിലെ പോലും ആ ഒരു അവസ്ഥ മാറ്റിയിട്ട് ഹെൽമെറ്റ് ഇടുമ്പോൾ എങ്ങനെയാണ് സേഫ് ആവുന്നത്? ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തല മൊത്തം കവർ ചെയ്യുന്ന ഒരു സർഫസ് ആണ്, റൗണ്ട് ആയിട്ടുള്ള ഒരു സർഫസ്. പക്ഷെ ആ സർഫസിന്റെ ഏരിയ ഏകദേശം 14 സ്ക്വയർ ഇഞ്ച് വരും. അപ്പൊ ഈ 3000 കിലോ 14 സ്ക്വയർ ഇഞ്ചിലാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് വരുന്ന ലോഡ് വല്ല 3 കിലോ 4 കിലോ ആ ലെവലേ വരും. അപ്പൊ അതുകൊണ്ട് ഈ ഇമ്പാക്റ്റ് നിങ്ങളെ ബാധിക്കില്ല, നിങ്ങളുടെ തലയെ ബാധിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഇടണമെന്ന് പറയുന്നത്. പക്ഷെ ഹെൽമെറ്റ് വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ അടിയിൽ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കഴിയും. വെറുതെ ആരുടെ വാലികൾ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നിങ്ങൾ വീഴുന്നതിന് മുമ്പേ ഹെൽമെറ്റ് പോകും. ചടങ്ങിൽ മിൽമ കാസർഗോഡ് ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഡയറി പേഴ്സണൽ വിഭാഗം തലവൻ വികാസ് ചന്ദ്രൻ സ്വാഗതവും യൂണിയൻ പ്രതിനിധികളായ തമ്പാൻ, ഹരിശങ്കർ, പ്രൊഡക്ഷൻ വിഭാഗം തലവൻ വിനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.